നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് ഭഗവാന്റെ വേണുഗാന വർണ്ണനമാണ്. നമുക്കിതിൻ്റെ കഥ ചുരുക്കി ഒന്ന് നോക്കാം. കായാമ്പു വർണ്ണമുള്ള ഭഗവത് ശരീരം ആരെയും ആകർഷിക്കുന്നതാണ്. അത് ഭക്തിവർദ്ധകവുമാണ്. സത്വചിത്താനന്ദ സ്വരൂപമായ ബ്രഹ്മം. ആ ശരീരം അതിൽ ഗോപികമാർ ലയിച്ചുപോയി. കാലക്രമത്തിൽ കാമാതുരകളായ ഗോപവനിതകൾക്ക് ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അതിനാൽ ഭഗവാൻ വനത്തിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന വിരഹം പോലും അവർക്ക് സഹിക്കാനാവുന്നില്ല. കൃഷ്ണൻ വനത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൽ ദൃഷ്ടികൾ ഉറപ്പിച്ച് അദ്ദേഹം അകലെ മറയുമ്പോൾ മനസ്സ് കൃഷ്ണരൂപത്തിൽ ഉറയ്ക്കുകയും അകലെ നിന്ന് എത്തുന്ന വേണുനാദം കേൾക്കുകയും ഭഗവത് ലീലകൾ വർണ്ണിച്ച് സുഖമായി കഴിയുകയും ചെയ്തിരുന്നു ഗോപസ്ത്രീകൾ. ഭഗവാൻ വൃന്ദാവനത്തിൻ്റെ നടുവിൽ ചെന്നെത്തി വൃക്ഷത്തിൻ്റെ തണലിൽ കാല് പിണച്ചുവെച്ച് നിന്നുകൊണ്ട് വേണുനാദം പൊഴിക്കാൻ തുടങ്ങി. ആ വേണുനാദം ആകാശചാരിണികളായ അപ്സരസുകളെയും പശു പക്ഷി മൃഗാദികളെയും ആകർഷിക്കുന്നതും കല്ലിനെയും അലിയിക്കുന്നതായിരുന്നു. അതിമനോഹരമായ നില കൈക്കൊണ്ട് മധുരമായി വേണുനാദം പൊഴിച്ച് കാലുകൊണ്ട് താളം പിടിക്കുന്ന ഭഗവാൻ അപ്രത്യക്ഷനാണെങ്കിലും സങ്കല്പത്തിലൂടെ പ്രത്യക്ഷപ്പെടുത്തി ആനന്ദാതിരേകത്തിൽ ഗോപവനിതകൾ ലയിച്ചു. അപ്സരസുകളും പക്ഷിമൃഗാദികളും വനപ്രദേശവും ഭഗവാനെ അടുത്തു നിന്ന് ദർശിച്ചു. പക്ഷേ ഗോപവനിതമാർക്ക് ദൂരെ നിന്ന് മാത്രമേ ഭഗവാനെ സങ്കല്പത്തിലൂടെ ദർശിക്കാൻ സാധിച്ചുള്ളൂ. അവർക്ക് കിട്ടാത്ത ഭാഗ്യം മറ്റുള്ളവർക്ക് വന്നതിൽ ഗോപസ്ത്രീകൾ അത്ഭുതം പ്രകടിപ്പിച്ചു. വേണു ആസ്വദിച്ച ശേഷം അധരാമൃതം തങ്ങൾക്ക് എന്നെങ്കിലും ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന വിചാരത്തിൽ ഭഗ്ന മനോരഥകളായ ഗോപവനിതകൾ വികാര തീവ്രതയും ദുഃഖവും കൊണ്ട് നിരാശരായി കാലം തള്ളി നീക്കി. കാമവികാരാധിക്യമുള്ളവർക്ക് ഭഗവാനിൽ ദൃഢാനുരാഗം വളർത്തിയതു നിമിത്തം ആ അനുരാഗം പരമപ്രേമരൂപമായ ഭക്തിയായിത്തീർന്നു. അത്രയ്ക്ക് അനായാസമായിട്ടവർ ഭഗവത് ഭക്തകളായിത്തീർന്നു. ദിനകൃത്യങ്ങളെല്ലാം മറന്നു. രാഗം പ്രയത്നിച്ചുണ്ടാകാം, ഉണ്ടാകാതെയും വരാം, സ്വാഭാവികമായി ഉണ്ടാവാതിരിക്കില്ല. ഗോപസ്ത്രീകൾക്ക് അവ രണ്ടും ഒന്നുപോലെ ലഭിച്ചു. ഭാഗ്യം, ഇതവരുടെ ഒരു പരമഭാഗ്യം തന്നെയാണ്. ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 59 വേണുഗാനവർണ്ണനം. ശ്ലോകം 1. ത്വദ്വപുർനവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ സമ്മുമുഹുരന്വഹം സ്ത്രീയ. നമുക്ക് ഈ ശ്ലോകം അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ത്വത് വപുർ നവകളായ കോമളം പ്രേമദോഹനം അശേഷ മോഹനം ബ്രഹ്മ തത്വ പരചിന്മുദാത്മകം വീക്ഷ്യ സമ്മുമുഹുർ അന്വഹം സ്ത്രീയ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. നവകളായ കോമളം പുതിയ കായാമ്പൂ പോലെ മനോഹരവും, പ്രേമദോഹനം പ്രേമത്തെ ബന്ധിപ്പിക്കുന്നതും, അശേഷമോഹനം എല്ലാവരെയും വശീകരിക്കുന്നതുമായ ത്വദ്വപു അവിടുത്തെ ശരീരമാകുന്ന തത്വപരചിന്മുദാത്മകം ബ്രഹ്മ സത്ത് ചിത്ത് ആനന്ദമാകുന്ന ബ്രഹ്മസ്വരൂപം അന്വഹം സദാ വീക്ഷ്യ ദർശിച്ചിട്ട് സ്ത്രീയ ഗോപസ്ത്രീകൾ സമ്മുമുഹു മോഹിച്ചവരായി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ത്വദ്വപുർനവകളായ കോമളം.
ത്വത് വപൂർ നവകളായ കോമളം. അത് ചേർത്തിട്ടാണ് ത്വദ്വപൂർ നവകളായ കോമളം. ത്വ എന്നാണ്, ത്വത് എന്നല്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ത്വ നവള ചിഹ്നം നോക്കിക്കോളൂ. അത് പ്രേമദോഹനം അശേഷമോഹനം. ബ്രഹ്മ നമ്മൾ നിറയെ പഠിച്ചതാണ് ഇതിൻ്റെ മുന്നേക്കെ. ബ്രഹ്മ മ ഹ എന്ന് വരണം ഉച്ചരിക്കുമ്പോൾ. ഹ മ എന്നാണ് എഴുതുക, പക്ഷേ നമ്മൾ ഉച്ചരിക്കുമ്പോൾ മ ഹ എന്ന് വരണം. ബ്രഹ്മ തത്വ പരചിന്മുതാത്മകം. ആത്മ ത് മ എന്നാണ്, മ എന്നുള്ളത് ചേർത്ത് ചൊല്ലുമ്പോൾ. വീക്ഷ്യ ക്ഷ്യ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. സമ്മുമുഹുർ അന്വഹം സ്ത്രീയ. ലാസ്റ്റിൽ വിസർഗം. സമ്മുമുഹുരന്വഹം സ്ത്രീയ. അങ്ങനെ നിർത്താം. ത്വദ്വപുർനവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുതാത്മകം വീക്ഷ്യ സമ്മുമുഹുരന്വഹം സ്ത്രീയ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. മന്മഥോന്മഥിതമാനസാ ക്രമാത്വദ്വിലോകനരതാസ്തതസ്തത ഗോപികാസ്തവ നസേഹിരേ ഹരേ കാനനോപഗതിമപ്യഹർമുഖേ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. മന്മഥോന്മഥിത മാനസാ ക്രമാത് ത്വത് വിലോകന രതാ സ്തത സ്തത ഗോപികാ സ്തവ ന സേഹിരേ ഹരേ കാനനോപഗതിം അപ്യഹർമുഖേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഹരേ വിഷ്ണു, ക്രമാത് ക്രമേണ, മന്മഥോന്മഥിതമാനസാ കാമദേവനാൽ ഇളക്കപ്പെട്ട മനസ്സോടുകൂടിയവരും, തതസ്തത വീണ്ടും വീണ്ടും, തത് വിലോകനരത അങ്ങയെ കാണാൻ ആഗ്രഹമുള്ളവരുമായ, ഗോപികാ ഗോപവനിതകൾ, അഹർമുഖേ പ്രഭാതത്തിൽ, കാനനോപഗതിം അപി വനഗമനം പോലും, ന സേഹിരേ സഹിച്ചില്ല. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. മന്മഥോന്മഥിതമാനസാ. മന്മഥ എന്നുള്ളതിൻ്റെ ഥാന്നും മഥിത എന്നുള്ളതിൻ്റെ തീന്നും നന്നായിട്ട് ഊന്നി പറയണം. മാനസാ നീട്ടിയിട്ട് വിസർഗം. ക്രമാത് ത്വത് വിലോകന, അത് ചേർത്തിട്ടാണ് ക്രമാത്വദ്വിലോകന. നമ്മൾ ഇതിൻ്റെ മേലുള്ള ശ്ലോകം പഠിച്ചു ത്വത് വപൂർ. അതേപോലെ തന്നെ ഇവിടെ ത്വത് വിലോകന, അത് ശ്രദ്ധിച്ചോളൂ. അത് ത്വ എന്നാണ്. പിരിച്ചു പറയുമ്പോൾ ത്വത് വിലോകന. ഫസ്റ്റിൽ ത്വത് വപൂർ. അതേപോലെ തന്നെയാണ് ഇതും പിരിച്ചു പറയുമ്പോൾ ത്വത് വിലോകന രതാ സ്തത സ്തത, അവിടെ വിസർഗം. ഗോപികാസ്തവ ന സേഹിരേ ഹരേ കാനനോപഗതിം അപ്യഹർമുഖേ, അത് ചേർത്തിട്ട് കാനനോപഗതിമപ്യഹർമുഖേ. മൂന്ന് മെല്ലെന്ന് ഊന്നി പറയണം ചേർത്ത് ചൊല്ലുമ്പോൾ. ഹർമുഖേ, ഖേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അങ്ങനെ നിർത്താം. മന്മഥോന്മഥിതമാനസാ ക്രമാത്വദ്വിലോകനരതാസ്തതസ്തത ഗോപികാസ്തവ നസേഹിരേ ഹരേ കാനനോപഗതിമപ്യഹർമുഖേ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.